റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള മരുന്നുകൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. അതിരിക്കുന്നത് ഫാർമസി ഓഫീസിലല്ല, പകരം കുന്നുകൂടി നശിക്കുകയാണ്. ആശുപത്രിയിലെ 2 നിലകളിൽ പൂർണ്ണമായും മരുന്നുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മരുന്നു കൂമ്പാരമാണ്. വൃത്തിഹീനമായ സ്ഥലത്തും മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷനും നെബുലൈസർ സൊല്യൂഷനും തുടങ്ങി പാരസിറ്റമോൾ വരെ കൂട്ടിയിട്ടതിലുണ്ട്. KMCL നൽകിയ കോടികൾ വിലയുള്ള മരുന്നാണ് വെറുതെ നശിച്ചു പോകുന്നത്. മെഡിക്കൽ കോളേജിനകത്തെ അനാസ്ഥയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജിനുള്ളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണാം. രണ്ട് നിലകളിലായിട്ട് മരുന്നുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. വൃത്തിഹീനമായ സ്ഥലത്തുണ്ട്, താപനില കൃത്യമല്ലാത്ത സ്ഥലത്ത് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. ഈ വെച്ചിരിക്കുന്നതെല്ലാം എക്സ്പയറി കഴിഞ്ഞ മരുന്നുകളാണോ, ഉപയോഗിക്കാൻ കൊണ്ടുവന്ന മരുന്നുകളാണോ, ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണോ? പലരും താപനിലയൊക്കെ കൃത്യനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളല്ലേ ഇതേപോലെ വഴിയിലും പല ക്ലാസ് മുറികളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അർജുൻ കല്യാൺ? അരുൺ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ആയിട്ടുള്ള മരുന്നുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പല മരുന്നുകളും വർഷങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ, അതായത് 2023 എക്സ്പയറി ഡേറ്റുകൾ കഴിഞ്ഞ മരുന്നുകൾ പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംവിധാനവും അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെയുള്ള ഈ വരാന്തകളിൽ ഒരുപാട് രോഗികൾ നിത്യേന നടന്നു പോകുന്നതാണ്. പക്ഷേ ഒരു രോഗി അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ മറ്റൊരാൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ 2 ഭാഗത്തും ഈ മരുന്നുകളുടെ വലിയ ബോക്സുകൾ ഇങ്ങനെ അട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുരക്ഷിതത്വത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ശുചിയായി കൈകാര്യം ചെയ്യേണ്ടുന്ന മരുന്നുകൾ പോലും ഇനിയിപ്പോൾ ഏത് മരുന്നായാലും, അതായത് ഈ താപനില ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് സൂക്ഷിക്കേണ്ട മരുന്നുകൾ, ഇനി ഏത് മരുന്നുകളായിക്കോട്ടെ, അങ്ങനെ സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യുന്ന മരുന്നുകളായാൽ പോലും അതിനകത്തൊരു സാമാന്യ ശുചിത്വം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വസ്തുക്കളല്ലല്ലോ, അത് മരുന്നുകളല്ല, ഒരു മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ. അതുപോലും ഈ പറയുന്ന ആളുകൾ നടന്നു പോകുന്ന ഭാഗത്ത്, ആളുകൾ ഇരിക്കുന്ന ഭാഗത്ത്, ആളുകൾ ഇത്തരത്തിൽ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് പോലും ഈ മരുന്നുകൾ ഇങ്ങനെ അട്ടി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അനാസ്ഥയാണ് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് കുറച്ച് മരുന്നുകൾ സൂക്ഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ 7-8 നിലകളിൽ പൂർണ്ണമായും അതിൻ്റെ വരാന്തകൾ, അതിൻ്റെ വിവിധ ഓഫീസ് ബ്ലോക്കുകളുടെ മുൻവശത്ത്, വിവിധ വാർഡുകളുടെ മുൻവശത്ത്, അങ്ങനെ പലയിടങ്ങളിലായി അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഈ മരുന്നുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മെഡിക്കൽ സർവീസ് ലിമിറ്റഡിൻ്റെ ഭാഗത്തു നിന്നും ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ലഭിക്കുന്ന മരുന്നുകളാണ്, KMSCLൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മരുന്നുകളാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മരുന്നുകളുടെ വില മാത്രം കണക്കൂട്ടിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം അത്രയധികം മരുന്നുകൾ അവിടെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരാതികൾ, സൂപ്രണ്ടിന് ഉൾപ്പെടെ പരാതികൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. കോടികളുടെ മരുന്നുകൾ നശിക്കുന്നു. ആ മരുന്നുകൾ ഇനിയിപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു രോഗിക്ക് വിതരണം ചെയ്യുമ്പോൾ ആ രോഗിയുടെ സുരക്ഷ, അവരുടെ ജീവൻ്റെ സുരക്ഷ
എങ്ങനെ ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ മരുന്നുകൾ ഇനിയിപ്പോൾ നാളെ മറ്റൊരിടത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിനകത്തുള്ള സുരക്ഷ, അതായത് ഇവരുടെ ശുചിത്വം ഉറപ്പാക്കാത്തത് കൊണ്ടുള്ള സുരക്ഷാ വീഴ്ച എങ്ങനെ ഇതിനകത്ത് പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കോടികളുടെ മരുന്നുകളാണ് ഇങ്ങനെ കുന്നുകൂട്ടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ ഗവൺമെന്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കുടിക്കേണ്ട മരുന്നുകളാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും എക്സ്പയറി ഡേറ്റ് കഴിയാത്തതുമായ മരുന്നുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 2 നിലകളിലായിട്ട് ഇങ്ങനെ മരുന്ന് കൂട്ടിയിട്ടിരിക്കുക, ഒരു സുരക്ഷാ പ്രോട്ടോക്കോളും പാലിക്കുന്നില്ല എന്നുള്ളതാണ്.